السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽ ഹാഫിദ് നവവി റഹിമഹുല്ലാഹു തആല രചിച്ചിട്ടുള്ള അൽ അർബഊനാണ് നമ്മൾ വായിച്ചു വരുന്നത്. 7 ഹദീസുകൾ വിശദീകരണത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നാം ആമുഖത്തിൽ പറഞ്ഞിരുന്നു, ഈ ഗ്രന്ഥത്തിലെ കൊച്ചു കൃതിയിൽ നബി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഹദീസുകളും അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത് ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകളാണ്. അതുമാത്രമാണ് അതിലുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഹദീസുകളുടെ വിശദീകരണത്തോടുകൂടി കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ ദീനുൽ ഇസ്ലാമിൻ്റെ വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. നമ്മുടെ നിത്യജീവിതത്തിലും നമ്മുടെ വിശ്വാസം ബലപ്പെടുത്തുന്നതിന് സഹായകമാകുന്നതും നമ്മുടെ കർമ്മങ്ങൾ നേരെയാകാൻ സഹായകമാകുന്നതുമായ ഒരുപാട് അടിസ്ഥാനങ്ങൾ സഹോദരങ്ങൾ ഈ ഹദീസുകളിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകം നമ്മൾ കേട്ട ഒരുപാട് ഹദീസുകളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളത് വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലായിട്ടുള്ളതാണ്. ഇന്ന് വായിക്കേണ്ടത് 8ാമത്തെ ഹദീസാണ്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ഈ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ യുഖീമുസ് സ്വലാഹ വ യുഅ്തുസ് സകാഹ فإذا فعلوا ذلك عصموا مني دماءهم وأموالهم إلا بحق الإسلام وحسابهم على الله تعالى. رواه البخاري ومسلم. ഈ ഹദീസിൻ്റെ അർത്ഥം പറയാം. അർത്ഥം കേൾക്കുന്ന ഓരോരുത്തരും ഇതിൻ്റെ വിശദീകരണം പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ശരിക്ക് ഗ്രഹിക്കാൻ പാടുള്ളൂ. കാരണം കേവലം അർത്ഥം മാത്രം കേട്ടുപോയാൽ പലരും ഇതിൻ്റെ യഥാർത്ഥ വിശദീകരണം മനസ്സിലാവാതെ തെറ്റിദ്ധരിക്കാനൊക്കെ ചില സമയത്ത് സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർതു അൻ ഉഖാതില അന്നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യം സ്വീകരിക്കുന്നതിന് വേണ്ടി ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ വയുഖീമുസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്താൻ, വയുഅ്തുസ് സകാ, സകാത്ത് കൊടുക്കാൻ. ഇത്രയും ചെയ്താൽ ഫഇദാ ഫഅലൂ ദാലിക്, ജനങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അസമൂ മിന്നി ദിമാഅഹും വ അംവാലഹും ഇല്ലാ ബിഹഖിൽ ഇസ്ലാം, ന്യായപ്രകാരം ഇസ്ലാമിൻ്റെ ന്യായപ്രകാരമായ വിധി കൂടാതെ അവൻ്റെ രക്തമോ സമ്പത്തോ അപഹരിക്കാൻ അനുവാദമില്ലാതെ പവിത്രമായിരിക്കും. വഹിസാബുഹും അലല്ലാഹ്, അവൻ്റെ വിചാരണ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലാണ് എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഈ ഹദീസിലുണ്ട്. അതിലൊന്നാമത്തേത് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനെ കുറിച്ചാണ്. മുസ്ലിമീങ്ങൾ അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ജിഹാദ് എന്ന് പറയുന്ന ദീനുൽ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്ലാം സമാധാനത്തിൻ്റെ ദീനല്ല, ഇവർ പറയുന്ന സമാധാനമോ ഇവർ പറയുന്ന സുന്ദരമായ മുഖമോ അല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം. ഇസ്ലാമിന് വളരെ ഭീകരമായ ജിഹാദിൻ്റെ മുഖമുണ്ട്. ജിഹാദ് വളരെ ഭീകരമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് യുക്തിവാദികളും ദീനുൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളുമൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒന്നാമത്തെ പോയിന്റ് അതാണ്. ഈ ഹദീസിൽ അത് ചർച്ച ചെയ്യാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുന്നുണ്ട്.
രണ്ടാമത്തെ കാര്യം ഇസ്മത്തുദ്ദിമാ, ജനങ്ങളുടെ രക്തം പവിത്രമായതാണ്, അത് സംരക്ഷിക്കപ്പെടണം. അതുമായി ബന്ധപ്പെട്ട കാര്യം ഇതിലുണ്ട്. മൂന്നാമത്തത് ഇസ്മത്തുൽ അംവാൽ, ജനങ്ങളുടെ സമ്പത്തും പവിത്രമായത് തന്നെയാണ്, അതും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ്. നാലാമത്തേത് അൽ മുആമലത്തു ഫിദ്ദുന്യാ ബിദ്ദാഹിറ, ദുനിയാവിൽ നമ്മൾ ആളുകളോട് ഇടപെടുമ്പോൾ ലാഹിറായത്, അവൻ ബാഹ്യമായി എന്താണോ കാണിക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അവൻ്റെ ഖൽബ് തുറന്ന് എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നമ്മൾ അതിന് മെനക്കെടുകയും വേണ്ടതില്ല. അഞ്ചാമത്തെ കാര്യം അൽ ഹിസാബ് ഇൻദല്ലാഹി അലൽ ബാത്തിനി വദ്ദാഹിറ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള വിചാരണ, നിന്റെ ബാഹ്യമായ കർമ്മവും നിന്റെ ആന്തരികമായ നീ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യും. ഈ 5 കാര്യങ്ങളാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. എന്തുകൊണ്ടാണ് അതിവിടെ ചർച്ച ചെയ്തത്? കാരണം ഹദീസിൻ്റെ ആരംഭം നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ, ഉമിർതു അൻ ഉഖാതില നാസ്, ജനങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. കേവലം ഒരു വിവർത്തനം വായിച്ച അത് മാത്രം വായിക്കുന്ന ഒരാൾ എന്താണ് ധരിക്കുക? കാണുന്ന ജനങ്ങളൊക്കെ കൊല്ലാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അല്ല, ഖിതാലും ഖത്ലും ഒന്നല്ല, യുദ്ധവും കൊലയും ഒന്നല്ല. കേവലം അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ ചിലപ്പോൾ ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കും. ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് എന്താണ് ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത്? അവർ ഖുർആൻ എന്ന് പറഞ്ഞ് വിമർശിക്കുന്നത് ഏറ്റവും കൂടിപ്പോയാൽ എന്താണ്? ഏറ്റവും കൂടിപ്പോയാൽ അതിൻ്റെ വിവർത്തനം മാത്രമാണ്. അവർക്ക് അതിൻ്റെ ആശയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാറില്ല. ഇനി വിവർത്തനം വായിച്ചാൽ പോലും അവർ ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ നിന്നും അടർത്തിയെടുത്ത ചില കാര്യങ്ങൾ വെച്ച് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതല്ലാതെ നല്ല ഉദ്ദേശത്തോടു കൂടി പൂർണ്ണമായി വായിക്കാൻ പലരും തയ്യാറാകാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് അംഗീകരിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യും, അതിനുവേണ്ടി ഞാൻ യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത്. സഹോദരങ്ങൾ, ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് 2 രൂപത്തിലുള്ള ജിഹാദ് ഉണ്ട്. ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജിഹാദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജിഹാദ്. അൽ ജിഹാദു ലിയഹ്യ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുസ്ലിമായി ജീവിക്കാനൊരു ജിഹാദുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. 2, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണം ആഗ്രഹിച്ചുകൊണ്ട്, ഷഹാദത്ത് ആഗ്രഹിച്ചുകൊണ്ടുള്ള ജിഹാദുണ്ട്. ഇങ്ങനെ 2 ജിഹാദുകളുണ്ട്. ഒന്നാമത്തെ ജിഹാദ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാനുള്ള ജിഹാദാണ്. സഹോദരങ്ങളെ, ഇതാണ് ഏറ്റവും ദൈർഘ്യമുള്ളതും ഏറ്റവും പ്രയാസമുള്ളതും മരണം വരിക്കുന്ന ജിഹാദിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടുള്ളതും ഈ ജിഹാദ് തന്നെയാണ്. ഒരു മുസ്ലിം പരീക്ഷണമാകുന്ന ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ചു ജീവിക്കാൻ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ശിരസാ വഹിക്കാൻ, അവൻ വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ, നന്മകൾ പരമാവധി വർദ്ധിപ്പിക്കാൻ, തിന്മകൾ പൂർണ്ണമായി ഉപേക്ഷിച്ചു മാറി നിൽക്കാൻ അവന് യഥാർത്ഥ രൂപത്തിലുള്ള ജിഹാദ്, ഒരു ധർമ്മസമരം അത്യാവശ്യമാണ്. കാരണം അവൻ്റെ ശത്രുക്കൾ ധാരാളമാണ്. അവൻ്റെ ശത്രുക്കൾ, അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും അവനെ തെറ്റിച്ചു കളയുന്ന അനവധി ശത്രുക്കളുണ്ട്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അതിൻ്റെ തലവൻ എന്ന് പറയുന്നത് പിശാച് തന്നെയാണ്, ഇബ്ലീസ് തന്നെയാണ്, അവൻ്റെ കൂട്ടാളികൾ. അള്ളാഹുവിനോട് ഭൂമിയിലുള്ള മനുഷ്യരെ വഴിപഴപ്പിക്കാൻ അതിനുവേണ്ടി കച്ചകെട്ടി ഒരുങ്ങിയിട്ടുള്ളവരാണ് ഇബ്ലീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ശരിയായ രൂപത്തിൽ ഇസ്ലാമിലേക്ക് അവൻ നടക്കുമ്പോൾ അവനെ അതിൽ നിന്ന് തെറ്റിക്കാൻ പിശാചിന് ഒരുപാട് രീതികളുണ്ട്. അവൻ്റെ കൽബിൽ ദുർബോധനം ചെയ്തുകൊണ്ട് തെറ്റിച്ചു കളയാൻ നോക്കും. ശാരീരികമായ ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് തെറ്റിച്ചു കളയാൻ ശ്രമിക്കും. ആളുകൾക്കിടയിൽ ഭിന്നിപ്പുകളും കുഴപ്പങ്ങളും ഇളക്കി വിട്ടുകൊണ്ട് പിശാച് ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്യുന്നതാണ്. അവൻ്റെ കൂട്ടാളികളുമുണ്ട്. ഏറ്റവും വലിയ അവനുള്ള ഷർർ എന്ന് പറയുന്നത് അത് പിശാചാണ്. ഇനി സഹോദരങ്ങളെ, മനുഷ്യരിലുമുണ്ട് പിശാചിൻ്റെ സ്വഭാവമുള്ള ആളുകൾ. രൂപം മനുഷ്യരുടേതാണെങ്കിലും അവൻ്റെ ഖൽബ് പിശാചിൻ്റേത് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സൂറത്തു അന്നാസിൽ മിനൽ ജിന്നത്തി വന്നാസ്, ജനങ്ങളിലും അതുപോലെ തന്നെ ജിന്നുകളിലും പെട്ട ഈ ഷറിൽ നിന്നാണ് നമ്മൾ ലോകരുടെ റബ്ബായ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നത്.
പിശാചിൻ്റെ പണിയെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ഒരിക്കലും ഹൈർ ഉദ്ദേശിക്കുകയില്ല, ഹൈർ ഇഷ്ടപ്പെടുകയുമില്ല. നന്മകൾ പ്രചരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് ഇഷ്ടപ്പെടുകയില്ല. അവരുടെ കൽബ് അങ്ങനെയാണ്, വളരെ മോശപ്പെട്ട ഹൃദയം പേറുന്ന ആളുകളാണ്. നന്മകൾ പ്രചരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. നന്മയുടെ ആളുകളോടായിരിക്കും ദുനിയാവിൽ അവർക്ക് ഏറ്റവും വെറുപ്പ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ കാണുന്നത് തന്നെ വെറുപ്പുള്ള, അവർ പറയുന്ന നന്മകൾ പ്രചരിക്കുന്നത് കാണുമ്പോൾ വെറുപ്പുള്ള ഒരുപാട് പേര് സഹോദരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പറയുന്ന ആളുകളോടൊക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ക്ഷമയോടുകൂടി ജിഹാദ് ചെയ്യേണ്ടതുണ്ട്. ഇവരുടെ ഷർറുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ക്ഷമയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവസാന കാലഘട്ടത്തിൽ തീക്കനൽ ഉള്ളംകൈയിൽ പിടിക്കുന്നത് പോലെ ദീൻ മുറുകെ പിടിക്കാൻ പ്രയാസമുണ്ടാകും. അതുപോലെ പ്രയാസം സഹിച്ച് ദീന് അവനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവൻ ദീൻ വിട്ടുകൊടുക്കുകയില്ല. ദീനിൻ്റെ ഓരോ അധ്യാപനങ്ങളും ആരെങ്കിലും വന്ന് പരിഹസിക്കുമ്പോഴേക്കും, ദീനിനെ കളിയാക്കുമ്പോഴേക്കും, നീ 6-ാം നൂറ്റാണ്ടുകാരനാണ്, പ്രാകൃതനാണ് എന്ന് പറയുമ്പോഴേക്കും അവനൊരു അപകർഷതാ ബോധം തോന്നുകയും ഞാൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ താടി വെക്കുമ്പോൾ ആളുകളൊക്കെ കളിയാക്കുന്നു, ഞാൻ താടിയൊക്കെ ചെറുതാക്കി കളയാം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ശരീരം മുഴുവൻ മറക്കുമ്പോഴേക്കും ആളുകൾ കളിയാക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ മോഡേൺ ആയിട്ടൊരു ചെറിയൊരു സ്കാഫൊക്കെ കെട്ടി ആ ഒരു കോലത്തിൽ നടന്നു കളയാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇത്തരം ഷർറുകൾ കാണുമ്പോഴേക്കും അവർ ദീൻ വിട്ട് കളയുന്ന ഒരവസ്ഥ ഉണ്ടാകും. സഹോദരങ്ങളെ, ഈ പറയുന്ന ആളുകളോട് നമുക്ക് ജിഹാദ് ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കണം. അതിന് വലിയ ധർമ്മസമരം അത്യാവശ്യമാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാനുള്ള ജിഹാദാണ്. ആ ജീവിത മാർഗത്തിൽ തിന്മകളുടെ വഴി വരുമ്പോൾ ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട്, അലസതകൾ ഉണ്ടാകുമ്പോൾ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരലോകത്ത് വെച്ച് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി അവൻ ശരീരത്തെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നേറും. അതിനിടയിൽ എപ്പോഴെങ്കിലും വല്ല തിന്മകളിലും അവൻ വീണുപോയാൽ അവൻ തൗബ ചെയ്തുകൊണ്ട് അതിലേക്ക് മടങ്ങിക്കൊണ്ട് വീണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങും. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന ഒരു ജിഹാദ്, ഇത് സഹോദരങ്ങളെ എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമായ കാര്യമാണ്. ഇതിന് പ്രത്യേക നിബന്ധന ഒന്നുമില്ല. എല്ലാവർക്കും നിർബന്ധമായ, ദേശമോ കാലമോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നിർബന്ധമായ ഒരു ജിഹാദാണ് സ്വന്തം ശരീരത്തിനോടുള്ള ജിഹാദ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണം ആഗ്രഹിച്ചുകൊണ്ടുള്ള ജിഹാദാണത്. ആ ജിഹാദ് അത് 2 രൂപത്തിൽ ഉണ്ടാകാറുണ്ട്. അതിൻ്റെതായ നിബന്ധനകളുണ്ട്, അത് പറയാം. ഒന്ന്, മുസ്ലിമീങ്ങൾ അവർ ശത്രു രാജ്യങ്ങളെ അങ്ങോട്ട് ലക്ഷ്യം വെച്ചു പോയി അവരുടെ ഉപദ്രവങ്ങൾ ഇങ്ങോട്ടേൽക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇസ്ലാം പ്രചരിക്കുന്നതിന് വേണ്ടി അവരുണ്ടാക്കുന്ന തടസ്സങ്ങൾ നീക്കാനായി അങ്ങോട്ട് പോയിട്ടുള്ള ജിഹാദുണ്ട്. അതിന് ജിഹാദു ത്വലബ് എന്നാണ് പറയുക. അങ്ങോട്ട് പോയിട്ടാണ് ജിഹാദ് ചെയ്യുന്നത്. രണ്ടാമത്തേത്, ഇങ്ങോട്ടേക്ക് മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാൻ അവരുടെ നാടുകളിലേക്ക് സത്യനിഷേധികൾ വന്നു കഴിഞ്ഞാൽ അതിനെ ചെറുത്തു നിന്നുകൊണ്ടുള്ള ജിഹാദുണ്ട്. ഇതിനെ ജിഹാദു ദഫ് എന്നാണ് പറയുക. ചെറുത്തുനിൽപ്പിൻ്റെ ജിഹാദ് എന്ന് പറയും. സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിൽ ഈ പറയുന്ന ഏത് ജിഹാദിനും അതിൻ്റെതായ നിബന്ധനയുണ്ട്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉയർന്നു നിൽക്കുക, അതിനുവേണ്ടി പോരാടുക എന്നുള്ളതാണ്. ജനങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്ന സമയത്ത് അവരെ തടസ്സപ്പെടുത്തുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും. ആ തടസ്സങ്ങളെ ആ വഴിയിൽ നിന്നും നീക്കം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇസ്ലാം ജനങ്ങളിലേക്ക് എത്താൻ മറയിടുന്ന, തടസ്സപ്പെടുത്തുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും. ആ മറകളെ നീക്കം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ രാജ്യാതിർത്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതോ, ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ അടുക്കലുള്ള മിനറൽസോ പെട്രോളിയമോ ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ രാജ്യം പിടിച്ചെടുക്കുക എന്നുള്ളതോ, ഇതൊന്നും ജിഹാദിൽ പെടുകയില്ല. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പിടിച്ചെടുക്കുന്നതെങ്കിൽ അല്ല. മറിച്ച് ആളുകൾക്ക് ഇസ്ലാം എത്തണം. ആളുകൾക്ക് എല്ലാവർക്കും, ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾക്കും ഇസ്ലാം എത്തണം. അതുപോലെ ഇസ്ലാമിലേക്ക് സ്വീകരിക്കാൻ ആളുകൾക്ക് സാധിക്കണം. ഇതിനൊരു വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ജിഹാദ് എന്ന് പറയുന്നത്. അതല്ലാതെ നിർബന്ധിച്ച് ആളുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല. അങ്ങനെ നിർബന്ധിച്ചിട്ട് ആർക്കും ഇസ്ലാമിലേക്ക് ഒരാളെയും കൊണ്ടുവരാൻ സാധിക്കുകയില്ല. കാരണം ഇസ്ലാം അത് കൽബ് കൊണ്ട് ആശ്ലേഷിക്കേണ്ട കാര്യമാണ്.
ഖൽബിൽ ഇസ്ലാമിനോട് വെറുപ്പ് വെച്ചിട്ട് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാതെ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ അതുകൊണ്ട് പരലോകത്ത് അവർ യാതൊരു ഉപകാരം ഉണ്ടാവുകയില്ല. മുനാഫിക്കുകൾ പറഞ്ഞിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് റബ്ബിന് കീഴൊതുങ്ങാൻ തയ്യാറായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചുകൊണ്ട് ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുപോലെ ഈ ഇസ്ലാമിനെ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് ആരെയും ആളുകളെ കൂട്ടേണ്ട യാതൊരു ആവശ്യവും ഇതിനില്ല. അങ്ങനെ നിർബന്ധിക്കാൻ മാത്രം പ്രയാസകരമായ, ആളുകൾ ബുദ്ധിമുട്ട് സ്വീകരിക്കേണ്ടതായ ഒരു ആദർശമേ അല്ല ഇസ്ലാം. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാൽ ആളുകൾ ഇഷ്ടത്തോടു കൂടി അതിലേക്ക് കുതിച്ചു വരികയാണ് ഉണ്ടാവുക. അല്ലാഹു തആല പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹ് അള്ളാഹു നൽകിയപ്പോൾ, മക്ക വിജയം നൽകിയപ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരികയാണ്. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് മനസ്സിലായിട്ട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി വരികയാണ്. അല്ല, ഇന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇന്ന് ലോകത്ത് എവിടെയാണ് ജിഹാദ് ഉള്ളത്? അല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രം നോക്കൂ, എവിടെയാണ് മുസ്ലിമീങ്ങൾ ആളുകളെ വാളുകൊണ്ട് കുത്തി ബുദ്ധിമുട്ടിച്ചിട്ട് ഇസ്ലാം സ്വീകരിപ്പിച്ചത്? അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. മറിച്ച് ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് സ്വീകരിക്കുന്നത്. ഇന്നും വെസ്റ്റേൺ രാജ്യങ്ങളിലും ഇസ്ലാമിനെ കുറിച്ച് വളരെ മോശമായി പറയുമ്പോഴും, ഇസ്ലാമിന് സ്ത്രീകൾക്ക് ഒരു വിലയുമില്ലാത്ത മതമാണ് ഇസ്ലാം എന്നൊക്കെ പറയുമ്പോഴും ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ അവരാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇസ്ലാമിന്റെ ആദർശങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. അത്രയും മഹോന്നതമായ ആദർശമാണ് ഇസ്ലാമിനുള്ളത്. അല്ലാതെ ആരും നിർബന്ധിച്ച് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ് ഇസ്ലാമിന് കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം സ്വീകരിക്കാനുള്ള മറകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇസ്ലാം അവിടേക്ക് എത്തണം. ഇസ്ലാം മനസ്സിലാക്കിയ ആളുകൾക്ക് ഇസ്ലാം സ്വീകരിക്കണം. ഇതിനിടയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്ന ചിലരുണ്ടാകും, അതിനെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതിനെ നീക്കം ചെയ്യുക എന്നുള്ളത് പോലും ആർക്കേ അനുവാദമുള്ളൂ. അതിന് ചില നിബന്ധനകളുണ്ട്. ഒന്ന്, സഹോദരങ്ങൾ, ഏതൊരു ഇബാദത്തും പോലെ ഇഖ്ലാസ് അതിനുണ്ടായിരിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, മുസ്ലിം ഭരണാധികാരിയാണ് ഇതിന് നേതൃത്വം വഹിക്കേണ്ടത്, സാധാരണക്കാരല്ല. ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകൾക്ക് ചെയ്യാനുള്ളതല്ല ജിഹാദ് എന്ന് പറയുന്നത്. അതിന് തീരുമാനിക്കേണ്ടത്, ഒരു രാജ്യത്തേക്ക് പോയി അവിടെ ഇസ്ലാം പ്രചരിപ്പിക്കാൻ സാധിക്കുന്നില്ല, ഇസ്ലാം ആളുകൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല, ശത്രുക്കളും അവിടെയുള്ള തീവ്രവാദികളും ഇസ്ലാമിനെ തടഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കണം. അത് ആര് തീരുമാനിക്കണം? ഇസ്ലാമിക ഭരണകൂടം തീരുമാനിക്കണം, ഇസ്ലാമിക ഭരണാധികാരി തീരുമാനിക്കണം. അയാളുടെ നേതൃത്വത്തിൽ മാത്രമേ പുറപ്പെടാൻ സാധിക്കുള്ളൂ. അതല്ലാതെ ആ നാട്ടിലെ ആൾക്കാർക്ക് പോലും അതിന് സാധിക്കുകയില്ല. അല്ലെങ്കിൽ തൊട്ടടുത്ത ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിന് പോയി അതിന് സാധിക്കുകയില്ല. ദീനുൽ ഇസ്ലാം ജിഹാദായി അംഗീകരിക്കുകയുമില്ല. ഒരു മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ, അയാളുടെ കീഴിൽ, അയാളുടെ കൊടിക്കീഴിലാണ് എന്ത് ചെയ്യേണ്ടത്? ജിഹാദ് ചെയ്യേണ്ടത്. ആ ഭരണാധികാരി തീരുമാനിച്ചാൽ അത് നടക്കും. ഭരണാധികാരി തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നടക്കുകയില്ല. ഒരു പണ്ഡിതന് പോലും അതിന് സാധിക്കുകയില്ല. ഭരണാധികാരി തീരുമാനിക്കണം. അതല്ലാതെ ഒരു ഇസ്ലാമിക പ്രബോധകനോ ഇസ്ലാമിൻ്റെ ഒരു പണ്ഡിതനോ അയാൾ തീരുമാനിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടി പോകാം, അത് ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ദീനുൽ ഇസ്ലാമിന്റെ ജിഹാദേ അതല്ല. മറിച്ച് ഭരണാധികാരി തീരുമാനിക്കണം. നമ്മൾ ആ രാജ്യത്ത് പോയി അവിടെയുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാകാനുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് ഇവരങ്ങോട്ട് പോയി തടസ്സങ്ങൾ ഒഴിവാക്കാനുള്ളത്. ആ തടസ്സം ഒഴിവാക്കാനുള്ള ഏറ്റവും ചെറിയ മാർഗം സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ ജിഹാദ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ മുസ്ലിമീങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ നാട്ടിൽ പോയിട്ട് അവിടെയുള്ള മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ജിഹാദിൻ്റെ ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കുകയില്ല. എന്നാൽ അതല്ലാത്ത യുദ്ധങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം, കുരിശ് യുദ്ധങ്ങൾ, എത്ര ജനങ്ങളുടെ രക്തമാണ് അവർ പിച്ച് ചീന്തിയിട്ടുള്ളത്. ഇസ്ലാമിൽ എവിടെയും കാണാൻ സാധിക്കുകയില്ല. മുസ്ലിമുകൾ ഒരു നാട്ടിലേക്ക് പോയിട്ട് അവിടെ എല്ലാവരെയും കൊന്നു ബുദ്ധിമുട്ടിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക കാണുകയില്ല. മറിച്ച് മുസ്ലിമീങ്ങൾ അവരുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ അവരുടെ സ്വഭാവവും ആദർശവും മനസ്സിലാക്കിയിട്ട് ആളുകൾ ഇങ്ങോട്ട് വന്ന് ബൈഅത്ത് ചെയ്യുകയും ഇസ്ലാമിലേക്ക് വരികയും ചെയ്യുക എന്നുള്ളതാണ് എക്കാലത്തും പതിവായിട്ടുള്ളത്. ചരിത്രങ്ങൾ പഠിക്കുന്ന ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലാതെ മുസ്ലിമീങ്ങൾ ലോകത്ത് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെയുള്ളൊരു പരിശ്രമങ്ങൾ നടത്തിയതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ സഹോദരങ്ങൾ, നമ്മൾ പറഞ്ഞു ഭരണാധികാരിക്ക് മാത്രമാണ് അതിനുള്ള അധികാരമുള്ളത്. ഭരണാധികാരി തീരുമാനിക്കണം. ഇനി ആ ഭരണാധികാരി തീരുമാനിക്കുമ്പോൾ തന്നെ ഭരണാധികാരികൾക്ക് വേറെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭരണാധികാരികൾക്ക് ഒറ്റയടിക്ക് അങ്ങനെ പോകാനൊന്നും പാടില്ല. മറിച്ച് ഭരണാധികാരി എൻ്റെ രാജ്യത്തിന്, എൻ്റെ നാട്ടിലുള്ള ഫോഴ്സിന് അതിനുള്ള ശക്തിയുണ്ടോ കുതിരത്തുണ്ടോ എന്ന് ഭരണാധികാരി തീരുമാനിക്കണം.
ഭരണാധികാരിക്ക് അത് മനസ്സിലാകണം. അതുപോലെ തന്നെ ഈ ഒരു യുദ്ധം കൊണ്ട് മുസ്ലിമീങ്ങൾക്കും ലോകത്തിലുള്ള ജനങ്ങൾക്കും മൊത്തം വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലുമായി തീരുമോ, ഇതൊക്കെ പരിശോധിച്ചിട്ട് മാത്രമേ അതിനവർ ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇസ്ലാമിക ഭരണാധികാരി ഉണ്ടെങ്കിൽ പോലും അവർ അതിനേക്കാളും വലിയൊരു കുഴപ്പം ഇതുവഴി ഉണ്ടാകുക എന്ന് കണ്ടാൽ ഒരിക്കലും അതിനുവേണ്ടി പോകാറില്ല, ഒരിക്കലും അതിനുവേണ്ടി പോകാൻ അവർക്ക് പാടില്ല. ഇതൊക്കെ സഹോദരങ്ങളെ ഇതിൽപ്പെടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ആരോടാണോ യുദ്ധം ചെയ്യുന്നത് അവർ ആരായിരിക്കണം? കുഫാറുകളിൽപ്പെട്ട മുശ്രിക്കുകളിൽപ്പെട്ട ഉടമ്പടിയൊന്നും ചെയ്യാത്തതായ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കളായിരിക്കണം. അവരോടാണ് യുദ്ധം ചെയ്യുക. മുസ്ലിമീങ്ങളോട് ഉടമ്പടിയുള്ള ആളുകളോട് ഒരിക്കലും മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുകയില്ല. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങളിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതെങ്കിലുമൊക്കെ ഒരു നാട്ടിലേക്ക് പോയി, അനിസ്ലാമിക രാജ്യത്ത് പോയാൽ ആ നാട്ടിൽ നിന്നും അവന് നൽകുന്ന വിസയും പാസ്പോർട്ടും എന്നൊക്കെ പറയുന്നത് അവരുമായുള്ള ഉടമ്പടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഉടമ്പടിയിലുള്ള മുസ്ലിമീങ്ങളെ യുദ്ധം ചെയ്യുക എന്നത് പോയിട്ട് ഒരു ഉപദ്രവിക്കുക എന്നുള്ളതും പാടില്ല. മുസ്ലിമിന് ഹറാമായ കാര്യമാണ്, നിഷിദ്ധമായ കാര്യമാണ്. അങ്ങനെ ഉടമ്പടിയിലുള്ള ഒരുവനെ വധിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഒരു കാഫിറിനെ വധിച്ചാലാണ് പറയുന്നത് അവൻ സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല എന്നുള്ളത് ദീനുൽ ഇസ്ലാമിന്റെ നിയമമാണ്. അതല്ലാതെ ഉടമ്പടിയിൽ കഴിയുന്ന ആളുകളെ ഏതെങ്കിലുമൊക്കെ ചെറിയ രൂപത്തിൽ പോലും ഉപദ്രവിക്കാൻ ദീനുൽ ഇസ്ലാമിൽ സഹോദരങ്ങളെ അനുവാദമില്ല. അങ്ങനെയുള്ള ആളുകളെയാണ്, അങ്ങനെ പഠിപ്പിക്കപ്പെട്ടവരെയാണ് ഇവർ ഇവിടെ ഈ രാജ്യത്ത് വളർന്നു വലുതായാൽ ഇവരിപ്പോൾ ഇത്ര ശതമാനമുള്ളത് ഇത്ര ശതമാനത്തിലേക്ക് മാറിയാൽ ഇവരിവിടെ എല്ലാവരെയും ഇല്ലാതാക്കി കളയുമെന്നൊക്കെ പറഞ്ഞിട്ട് വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്നത്. മുസ്ലിമീങ്ങൾ, നിങ്ങൾ സങ്കല്പിക്കുക, ഇവിടെ 90% മുസ്ലിമീങ്ങളായി എന്ന് വിചാരിക്കുക, ബാക്കി 10% മാത്രമേ നമ്മുടെ രാജ്യത്ത് അമുസ്ലിങ്ങളായിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. എങ്കിൽ പോലും ഉടമ്പടിയിൽ കഴിയുന്ന ഈ രാജ്യത്ത് അവരോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് പോയിട്ട് അവരെ ഉപദ്രവിക്കാൻ, ഒരു സൂചി കൊണ്ട് ഉപദ്രവിക്കാൻ പോലും നമുക്ക് അനുവാദമില്ല. ദീനുൽ ഇസ്ലാം അത് വിലക്കിയിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു. നമുക്കതിന് അനുവാദമില്ല. സഹോദരങ്ങൾ, അത് കൃത്യമായി മനസ്സിലാക്കുക. ഇതിനെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ കാണുന്ന ആളുകളെയൊക്കെ ഉപദ്രവിക്കുക, കൊല്ലുക, അങ്ങനെയുള്ള ഉപദ്രവകാരികളാണ്, ക്രമസമാധാനം ഇല്ലാതാക്കുന്നവരാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചിട്ട് സഹോദരങ്ങളെ ആളുകൾ ചെയ്തു. നോക്കൂ, അങ്ങനെയാണെങ്കിൽ എത്ര ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. അവിടെയും ഇവിടെയുമായി എത്ര അമുസ്ലിമീങ്ങളായ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവരെവിടെയെങ്കിലും അവരോട് യുദ്ധം ചെയ്തതായിട്ട് വേണ്ട, അവരെ വധിച്ചു കളഞ്ഞതായിട്ട് വേണ്ട, ഏതെങ്കിലുമൊക്കെ ചെറിയ രൂപത്തിൽ ഒരു ഉപദ്രവം അവരെ ഏൽപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കുമോ? യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇത് പ്രചരിപ്പിക്കുമ്പോൾ അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് തന്നെ ഒരു ബാധ്യതയുള്ള കാര്യമാണ്. അവർ അനുഭവിക്കുന്നുണ്ട്. മുസ്ലിം രാജ്യങ്ങളിൽ വളരെ സമാധാനത്തോടുകൂടി നമ്മുടെ നാടുകളിൽ ഒരുപക്ഷെ കിട്ടുന്നതിനേക്കാളും നല്ല രൂപത്തിൽ അവരവിടെ ജീവിക്കുന്നു, അവർ ജോലി ചെയ്യുന്നു, അങ്ങനെ അവിടെ മുഴുവൻ ആസ്വദിക്കുന്നു. എപ്പോഴെങ്കിലും ഇവർ ഈ കൊണ്ടുവരുന്ന ഏതെങ്കിലുമൊക്കെ അധ്യാപനങ്ങളിൽ ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് അവിടെയുള്ള ഭരണാധികാരികളുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന പോലീസുകാരോ അവരോട് അങ്ങനെ മോശം പെരുമാറിയിട്ടുണ്ടോ, ഉപദ്രവിച്ചിട്ടുണ്ടോ, കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ ചെയ്യാൻ അവർക്ക് അനുവാദമില്ല. കാരണം ഉടമ്പടിയിൽ ആണ് നമ്മൾ കഴിയുന്നതെങ്കിൽ അവരെ യുദ്ധം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഒരു ഉപദ്രവം പോലും ഏൽപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ജിഹാദിന് വേറെയും ചില നിബന്ധനകളുണ്ട്. ഒരു മുസ്ലിം ഭരണാധികാരിയുണ്ട്, എല്ലാം ശരി, എങ്കിൽ പോലും മാതാപിതാക്കൾ സമ്മതം കൊടുത്തിട്ടില്ലെങ്കിൽ, അവരുടെ സമ്മതം എന്ന് മാത്രമല്ല തൃപ്തിയില്ലെങ്കിൽ ജിഹാദിന് പോകാനുള്ള അനുവാദം ലഭിക്കുകയില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോഴേക്കാണ് അറിഞ്ഞത് ഈ വ്യക്തിയുടെ മാതാപിതാക്കൾ ഇവനിങ്ങനെ വന്നത് കാരണത്താൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ തിരിച്ചു പോകണം, നിന്നെ യുദ്ധത്തിന് കൂട്ടുകയില്ല, നീ അവരെ കരയിപ്പിച്ചു, നീ അവരെ ചിരിപ്പിക്കണം, നിന്നെ യുദ്ധത്തിനെടുക്കുകയില്ല എന്ന് പറഞ്ഞ് മടക്കി വിടുകയാണ്. നോക്കൂ സഹോദരങ്ങൾ, അതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. വളരെ സുതാര്യമായ ഒരു കാര്യം മാത്രമാണ് ജിഹാദ് എന്ന് പറയുന്നത്. അതല്ലാതെ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കാൻ, ഒരുപാട് മനുഷ്യരെ ഭൂമിയിൽ നിന്ന് തീർക്കാൻ ഇങ്ങനൊരു പരിപാടി ദീനുൽ ഇസ്ലാമിനില്ല. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ മറ്റു പല ആശയക്കാരും ഈ രൂപത്തിൽ ജനങ്ങളെ ഇല്ലാതാക്കിയത് നമുക്ക് എമ്പാടും കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം, അൽ ജിഹാദു ഫി സബീലില്ലാഹ്. ഹദീസിൽ പറഞ്ഞു, ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ജനങ്ങൾ
അവരോട് യുദ്ധം ചെയ്യാൻ ഈ പറയുന്ന നിബന്ധനകളൊക്കെ വെച്ചിട്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ വിശദീകരണം പറഞ്ഞത്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വയുഖീമുസ്സലാ, അവർ നിസ്കാരം നിലനിർത്തണം, അപ്പോഴാണ് അവർ മുസ്ലിം ആവുകയുള്ളൂ. വയുത്തു സക്കാത്ത്, അവർ സക്കാത്ത് കൊടുക്കുകയും വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്മത്തുദ്ദിമാ ആണ്. രക്തം അത് പവിത്രമാണ് എന്നുള്ള കാര്യം. രക്തം ചിന്താൻ പാടില്ല. രക്തം പവിത്രമാക്കപ്പെടുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് അൽ ഈമാൻ, രണ്ട് അൽ അമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരാൾ വിശ്വാസിയാണെങ്കിൽ അയാളുടെ രക്തം ഒരു തരത്തിലും ചീന്തപ്പെടാൻ പാടില്ല. ഒരാൾ മുസ്ലിം ആയാൽ അയാളുടെ രക്തം ഒരിക്കലും ചീന്തപ്പെടാൻ പാടില്ല, അത് പവിത്രമായതാണ്. ഇനി അമാനുണ്ട്. എന്താണ് അമാൻ എന്ന് പറഞ്ഞാൽ? അമാൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന, അയാൾക്ക് കൊടുക്കുന്ന ഒരു സെക്യൂരിറ്റിയാണ്. ആ സെക്യൂരിറ്റി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് ഒരു നിലക്കും അവരുടെ രക്തം ചീന്താൻ പാടില്ല. അത് 3 വിഭാഗം ആളുകളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒന്നാമത്തേത് സഹോദരങ്ങളെ, ഒരു ദിമ്മിയായ കാഫിർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ കീഴിൽ, ഒരു ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിമീങ്ങളുടെ കീഴിൽ അവിടെ കപ്പം കൊടുത്ത് ജീവിക്കുന്ന അമുസ്ലിങ്ങളായ ആളുകളുണ്ടാകും. അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല, അവരുടെ രക്തം ചീന്താൻ പാടില്ല. മുസ്ലിം ഭരണാധികാരികൾക്ക് കൃത്യമായി ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ടാകും. ഇന്ന് പൊതുവെ അതില്ലാത്തതാണ്. അങ്ങനെ അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല, അവരുടെ രക്തം ചീന്താൻ പാടില്ല. 2 മുആഹദ്, കരാറിലേർപ്പെട്ട അവിശ്വാസിയെ ഒരു തരത്തിലും അവരുടെ രക്തം ചീന്താൻ പാടില്ല. അതുകൊണ്ടാണ് പല തീവ്രവാദ പ്രസ്ഥാനങ്ങളും ISIS പോലെ, ദാഇഷിനെ പോലെ, അതുപോലെ അൽ ഖാഇദയെ പോലെയുള്ള പല പ്രസ്ഥാനങ്ങളും അമേരിക്കയിലും മറ്റുമൊക്കെ പോയി ബോംബൊക്കെ പൊട്ടിത്തെറിച്ച ഒരു വലിയ സംഭവമാണെന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഇത് നിഷിദ്ധമാണ്, ഹറാമാണെന്ന് പറഞ്ഞു. കാരണം അവർ അമേരിക്കയിൽ പ്രവേശിക്കണം. അമേരിക്ക ശരിയാണ്, ഇസ്ലാമിന് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാകാം. പക്ഷേ ഇവൻ അമേരിക്കയിൽ വിസ എടുത്ത് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവരുമായി നീ ഉടമ്പടിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നീ ഉടമ്പടിയിൽ ഏർപ്പെട്ടു, പിന്നീട് അവിടെ നിനക്ക് പൊട്ടിത്തെറിക്കുക പോയിട്ടൊരു സൂചി കൊണ്ട് അവിടെയുള്ള ഒരുവനെ ഉപദ്രവിക്കുക എന്നുള്ളത് നിനക്ക് ഹറാമായ കാര്യമാണ്, നിഷിദ്ധമായ കാര്യമാണ്. ചെയ്യാൻ പാടില്ല. കാരണം അവർ നിനക്ക് പാസ്പോർട്ട് തന്നു കഴിഞ്ഞാൽ, അവർ നിനക്ക് വിസ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുമായി നീ ഉടമ്പടിയിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. ഒരു നിലക്കുള്ള പ്രയാസങ്ങൾ നീ അവിടെ ഉണ്ടാക്കാൻ പാടില്ല. ചില സമയത്തൊക്കെ ഇസ്ലാമിനോട് അങ്ങേയറ്റം ഉപദ്രവമൊക്കെ ചെയ്തൊരു ഭരണാധികാരി അല്ല അങ്ങനെയുള്ള നാട്ടിലൊക്കെ ആരെങ്കിലും പോയാൽ ചിലപ്പോൾ വിപ്ലവ പ്രസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾ പോലും ആവണ്ട, ചിലപ്പോൾ അത് വലിയ സംഭവമായിട്ടൊക്കെ പറയും. പക്ഷേ ഇസ്ലാം പഠിച്ച, ദീൻ പഠിച്ച മുസ്ലിമീങ്ങൾ പറയും അത് നിഷിദ്ധമായ കാര്യമാണ്, ഒരു നിലക്കും അത് ചെയ്യാൻ പാടില്ല. ഇനി അവിടെയുള്ള വളരെ തെമ്മാടികളെയാണ് ലക്ഷ്യം വെച്ചതെങ്കിലും, അവിടെയുള്ള വളരെ മോശപ്പെട്ട ഒരു ബാറാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ രൂപത്തിലുള്ള അനാശാസനം നടക്കുന്ന സ്ഥലമാണ് ഇയാൾ പോയിട്ട് അവിടെ പൊട്ടിത്തെറിച്ചതെങ്കിലോ തീർച്ചയായും നിഷിദ്ധമായ കാര്യമാണ്, ഹറാമായ കാര്യം. നിനക്കതിന് അധികാരമില്ല. നിനക്കതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ അള്ളാഹു നിനക്ക് എന്ത് നൽകിയിട്ടില്ല? അതിനൊന്നുള്ള അധികാരം നൽകിയിട്ടില്ല. അങ്ങനെ എവിടെയെങ്കിലൊക്കെ ആർക്കെങ്കിലൊക്കെ പോയി കയ്യേറ്റം ചെയ്ത് പിടിച്ചെടുത്ത് 2 ഇടിയൊക്കെ കൊടുത്ത് അത് ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരിക്കലും അനുവദിച്ചിട്ട് അവൻ്റെ ദീൻ അങ്ങനെയല്ല. ഇവരൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ വിചാരണ ചെയ്തോളും. എല്ലാവരെയും നിന്നോട് അള്ളാഹു തആല കൈകാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇസ്ലാമിക ഭരണാധികാരികൾക്ക് മാത്രമാണ്, ഇസ്ലാമിൻ്റെ ഭരണാധികാരികൾക്ക് മാത്രമാണ് അതുള്ളത് എന്നാണ്. മൂന്നാമത്തെ സഹോദരങ്ങൾ, ഒരു ഇസ്ലാമിക രാജ്യത്തേക്ക് ഒരു അവിശ്വാസിയായ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകും, അമാൻ നൽകും. അത് അയാൾക്ക് നൽകിക്കഴിഞ്ഞാൽ, നൽകിയതൊരു മുസ്ലിം ആണെങ്കിൽ പോലും ബാക്കിയുള്ള ആ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അയാളുടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? അയാൾക്ക് ആ സംരക്ഷണം നൽകേണ്ടതുണ്ട്. അവനൊന്നും ചെയ്യാൻ പാടില്ല. ഏതെങ്കിലുമൊക്കെ രാജ്യത്തിൽ അംബാസഡർമാരൊക്കെ എന്ത് ചെയ്യും? ഇസ്ലാമിക രാജ്യത്തേക്ക് വിസിറ്റ് ചെയ്യും. അവർ വരുന്നത് കൃത്യമായ സെക്യൂരിറ്റി അവർക്ക് നൽകിക്കൊണ്ടാണ്. ചിലപ്പോൾ വരുന്ന അംബാസഡർ വളരെയധികം ക്രൂരനായ ആളുകളായിരിക്കും. ഇസ്ലാമിന് ഒരുപാട് ഉപദ്രവിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ആളുകളായിരിക്കും. എങ്കിൽ പോലും ഇസ്ലാമിൻ്റെ മണ്ണിലേക്ക് അവൻ കാലുകുത്തി കഴിഞ്ഞാൽ അവന് പൂർണ്ണമായ സെക്യൂരിറ്റി മുസ്ലിമീങ്ങൾ നൽകണം. ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഭൂമിയിലുള്ള ആ ഭരണാധികാരിയുടെ കീഴിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. കാരണം ഒരാൾ അയാൾക്ക് സംരക്ഷണം നൽകിയാൽ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അത് പാലിക്കൽ ബാധ്യതയാണ്. അവരൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഒരു ശത്രു അയാൾ ഒരു മുസ്ലിം രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവരും കൂടി വളഞ്ഞിട്ടിട്ട് അയാളെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? അനുവാദമില്ല. ചിലപ്പോൾ സാധാരണ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ചിലപ്പോൾ അതിനെ സാധൂകരിക്കും. കാരണം അവർ അത്ര മുസ്ലിങ്ങൾ അപ്പുറത്ത് കൊന്നില്ലേ, അങ്ങനെയുള്ള ഒരാളല്ലേ ഇവർ ജനങ്ങൾ കൈകാര്യം ചെയ്തത്.
അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വരെ ചിലപ്പോൾ സാധാരണക്കാരായ ആളുകൾ വരെ വിലയിരുത്തിയേക്കും. ഇസ്ലാമിൽ പെടാത്ത ആളുകൾ വരെ ചിലപ്പോൾ അത് തെറ്റല്ല എന്ന് പറഞ്ഞേക്കും. പക്ഷെ നമ്മൾ പറയുന്നു അത് തെറ്റാണ്. ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. കാരണം ഒരാൾക്ക് അമാൻ നൽകി കഴിഞ്ഞാൽ അത് പാലിക്കപ്പെടണം, സംരക്ഷണം നൽകി കഴിഞ്ഞാൽ പാലിക്കപ്പെടണം. അയാളുടെ യുദ്ധം പോയിട്ട് ഒരു നിലക്കുള്ള ഉപദ്രവവും അയാളെ ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം അത്രയും മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ അവൻ്റെ രക്തത്തിന് ഇസ്ലാം ഈ പറയുന്ന രൂപത്തിലുള്ള പവിത്രത നൽകിയിട്ടുണ്ട്. അതല്ലാതെ അത് ചീന്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് അനുവാദം നൽകിയിട്ടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം ഇസ്മത്തുൽ അംവാലാണ്. സമ്പത്ത് അതിന് പവിത്രതയുണ്ട് എന്നുള്ളതാണ്. സമ്പത്ത് എന്ന് പറയുന്നത് സഹോദരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ മനുഷ്യൻ്റെ ജീവനും അതുപോലെ തന്നെ ദീൻ നിലനിൽക്കാനും വലിയൊരു കാരണമാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സമ്പത്തിനെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞല്ലോ, വലാ തുസ്ഫഹാ അംവാലകും അല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങൾ വിഡ്ഢികളായ ആളുകൾക്ക് നിങ്ങളുടെ സമ്പത്ത് കൊടുക്കാൻ പാടില്ല. കാരണം ഈ സമ്പത്ത് എന്ന് പറയുന്നത് ജഅലല്ലാഹു ലക്കും ഖിയാമ, ഇവിടെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു തആല നൽകിയതാണ്. അതുകൊണ്ട് അത് പാഴാക്കാൻ വേണ്ടി ആളുകൾക്ക് നിങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു തആല പറഞ്ഞു, ഇന്ന അൻസലൽ മാല ലിഇഖാമത്തിസ് സലാ വ ഈതാഇസ് സക്കാ. തീർച്ചയായും ഞാൻ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് പണം നിങ്ങൾക്ക് ഇറക്കി നൽകിയിട്ടുള്ളത്, സമ്പത്ത് നൽകിയിട്ടുള്ളത് അത് നിസ്കാരം നിലനിർത്താനും സക്കാത്ത് കൊടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ദീൻ നിലനിൽക്കാൻ സമ്പത്ത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. പറഞ്ഞു വന്നത് സമ്പത്തിന് അതിൻ്റെതായ പവിത്രതയുണ്ട്. ഒരാളുടെ സമ്പത്തും ഒരു നിലക്കും അപഹരിക്കാൻ പാടില്ല. മുസ്ലിമിൻ്റേതും പാടില്ല, അമുസ്ലിമിൻ്റേതും പാടില്ല. ശരിക്കും മനസ്സിലാക്കുക. കാരണം മുസ്ലിം അവൻ ഈമാൻ കൊണ്ട് അവന് സംരക്ഷണം ലഭിക്കും. അമുസ്ലിം ആണെങ്കിലോ നാം നേരത്തെ പറഞ്ഞതുപോലെയുള്ള അവനൊന്നുകിൽ ഉടമ്പടിയിലുള്ളവനായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ പ്രൊട്ടക്ഷനോടുകൂടി അവരുടെ നാടുകളിലേക്ക് പ്രവേശിച്ചവരായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കീഴിൽ കപ്പം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. ഏത് നിലക്കാണെങ്കിലും അവൻ്റെ സമ്പത്തിന് ദീനുൽ ഇസ്ലാം അത് എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പിച്ച് ചീന്താൻ ഒരിക്കലും അനുവാദമില്ല. ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്ന, ഇസ്ലാമിനോട് ഉപദ്രവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. മുസ്ലിമുകൾ എങ്ങനെയെങ്കിലുമൊക്കെ വകവരുത്തണമെന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ചുറ്റും ഉണ്ടാകും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അനീതി നമുക്ക് ചെയ്യാൻ പാടില്ല. അവർ സമ്പത്ത് അപഹരിക്കുക പോലുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ അത് പാടില്ലാത്ത കാര്യമാണ് എന്ന് ശരിക്കും മനസ്സിലാക്കണം. എന്നാൽ പറഞ്ഞു, ഇല്ല ബിഹഖിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഹക്ക് കൊണ്ട് ഈ പറയുന്ന സമ്പത്താകട്ടെ ഈ പറയുന്ന രക്തമാകട്ടെ അത് ചീന്തപ്പെടും. അതെപ്പോഴാണ്? ഇസ്ലാമിൻ്റെ ഹക്ക് കൊണ്ട് ഒരാളെ വധിക്കണമെങ്കിൽ എന്താണത്? ഒരാൾ മറ്റൊരാളെ കൊല്ലണം. ഒരാൾ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ അയാളെ കൊല്ലാൻ ഇസ്ലാമിക ഭരണകൂടത്തിന് അനുവാദമുണ്ട്. അവർ അപ്പോൾ അത് കൊല്ലും. കാരണം ദീനുൽ ഇസ്ലാമിൻ്റെ നിയമം അതാണ്. അവിടെയാണ് ഇല്ലാ ബിഹഖിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഒരാൾ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൽ അതിൻ്റെ പ്രതിക്രിയ എന്ന് പറയുന്നത് അയാളെ തിരിച്ച് കൊല്ലുക എന്നുള്ളത്. അത് ഭരണാധികാരിയാണ് ചെയ്യുക, മറ്റൊരാൾക്കും അത് ചെയ്യാൻ അനുവാദമില്ല. അതുപോലെ ഒരാൾ വ്യഭിചരിച്ചു, അയാൾ കല്യാണം കഴിച്ചവനാണ്, അതിന് സാക്ഷികളുണ്ടായി, 4 സാക്ഷികളുണ്ടായി അയാളുടെ വിചാരത്തിന്. അപ്പോഴും ദീനുൽ ഇസ്ലാമിൽ അതിൻ്റെ നിയമം അയാളെ എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമാണ് അയാൾക്ക് കൊല്ലാനുള്ള അനുവാദമുള്ളത്. അതുപോലെ ഇസ്ലാമിക ഭരണകൂടം തീവ്രവാദ പ്രവർത്തനവും മറ്റുമൊക്കെ നടത്തി കഴിഞ്ഞാൽ അവർ ഇതിനെ ഖിയാസാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ആളുകളെ കൊല്ലുക എന്നുള്ളത് നടപ്പിൽ വരുത്തുന്ന കാര്യമാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ തീർച്ചയായിട്ടും അവരത് നടപ്പിൽ വരുത്തുന്നതാണ്. അതല്ല എങ്കിൽ ഈമാൻ കൊണ്ട് മുഅ്മിനായി മുസ്ലിമായിക്കൊണ്ട് അവരുടെ രക്തം അത് സംരക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. അതുപോലെ സമ്പത്തും അങ്ങനെ തന്നെ. സമ്പത്ത് സഹോദരങ്ങളെ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ഇസ്ലാമിക ഭരണാധികാരിക്ക് ആ സക്കാത്ത് ബലമായി പിടിച്ചെടുക്കാൻ അനുവാദമുണ്ട്. ശിക്ഷയൊന്നോണം അയാളുടെ സമ്പത്തിൻ്റെ പകുതി കൂടി കണ്ടെത്താൻ ദീനിൽ അനുവാദമുണ്ട്. അതല്ലാതെ ഒരാളുടെ പണവും ഭരണാധികാരി മുസ്ലിമിൻ്റേതാകട്ടെ ആ നാട്ടിൽ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ വന്ന ഉടമ്പടിയിൽ കഴിയുന്ന കാഫിറിൻ്റേതാകട്ടെ ഒരു രൂപ പോലും, ഒരു റിയാൽ പോലും അവരെന്ത് ചെയ്യുകയില്ല, അത് അപഹരിക്കുകയില്ല. കാരണം ഇസ്ലാമിൻ്റെ നിയമം പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് പെരുമാറാൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം അൽ മുആമലത്തു ഫി ദുനിയ ബിഹസബി ളാഹിർ. ദുനിയാവിൽ സഹോദരങ്ങളെ നമ്മൾ ആളുകളോട് ഇടപെടേണ്ടത് അവരുടെ ഹസ്ബുൽ ലാഹിർ, ലാഹിറായ ബാഹ്യമായിട്ട് അവരെങ്ങനെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ഈ ഹദീസിൽ അത് പറയാനുള്ള കാര്യം? ഈ ഹദീസിൽ കാര്യം, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹിസാബുഹും അലല്ലാഹി തആല, അല്ലാഹുവിൻ്റെ അടുക്കലാണ് വിചാരണ.
അവൻ്റെ സമ്പത്തും രക്തവും ഒക്കെ അവിടെ അവൻ തീർന്നു. അവൻ മുസ്ലിം ആയി കഴിഞ്ഞാൽ, മുസ്ലിമാണ് എങ്കിൽ ആ പറയുന്ന രൂപത്തിൽ അവൻ്റെ സമ്പത്തിനും അവൻ്റെ ശരീരത്തിനും ഒക്കെ പവിത്രത കൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരാൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോടുള്ള ഇടപാടുകൾ മൊത്തം അവൻ മുസ്ലിമാണ് എന്നുള്ള നിലക്ക് തന്നെയായിരിക്കണം. അവൻ്റെ ഹൃദയത്തിൽ ചിലപ്പോൾ ഇസ്ലാം ഉണ്ടാവുകയില്ല. ഒരു സംഭവം നിങ്ങൾക്കറിയാവുന്നതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ ചിലർ, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള മറ്റു ചിലർ ഒരു യുദ്ധത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ യുദ്ധത്തിലുണ്ടായി ആ ശത്രുപക്ഷത്തുള്ള ഒരു വ്യക്തി അയാൾ മുസ്ലിമീങ്ങളെ ഇങ്ങനെ ഒരുപാട് ഉപദ്രവിക്കുകയും വധിച്ചുകൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾ അവസാനം കീഴ്പ്പെട്ടപ്പോൾ, മുസ്ലിമീങ്ങൾക്ക് മുന്നിൽ കീഴ്പ്പെട്ടപ്പോൾ, ഉസാമത്ത് ബിൻ സെയ്ദും മറ്റൊരു അൻസാരിയായ സ്വഹാബിയും അയാളുടെ മുന്നിലെത്തിയപ്പോൾ, വാളോങ്ങിയപ്പോൾ അയാൾ പെട്ടെന്ന് എന്ത് ചെയ്തു? അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അൻസാരിയായ സ്വഹാബി ഉടൻ തന്നെ വിട്ടുനിന്നു. കാരണം മുസ്ലിമായി കഴിഞ്ഞു. അയാൾ ഇത്ര നേരം നമ്മളെ കൊന്നു ഉപദ്രവിച്ചു, ഇതൊന്നും അവിടെ പരിഗണിക്കുന്നില്ല. കാരണം വ്യക്തിപരമല്ല, വിഷയം വ്യക്തിപരമല്ല. കാരണം ഇത്രയും നേരം അയാൾ നമ്മളൊക്കെ കൊല്ലുകയായിരുന്നു, ഉപദ്രവിക്കുകയായിരുന്നു. വിഷയം വ്യക്തിപരമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അയാൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മനസ്സിലാക്കിയത് ഇയാളിപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഒരു അടവ് കാണിച്ചതാണ്. ഇത് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. കാരണം ഇത്രയും നേരം എല്ലാവരും കൊല്ലുകയായിരുന്നു ഇയാൾ. ഉടൻ തന്നെ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അയാൾ വധിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഈ വിവരമെത്തി. ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, പക്ഷെ എന്നിട്ടും അയാൾ വധിക്കപ്പെട്ടു എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അശഖഖത അൻ ഖൽബിഹി ഹത്താ തഅലമ അന്നഹു ഖാലഹ? നീ അയാളുടെ ഹൃദയം പൊളിച്ചു നോക്കിയിട്ടാണോ അയാളിത് വെറുതെ പറഞ്ഞതാണ് എന്ന് പറയാൻ? കാരണം സഹാബിയോട് ചോദിച്ചപ്പോൾ സഹാബി പറഞ്ഞത് അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ ഹൃദയം പൊളിച്ചു നോക്കിയോ? അയാൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്നുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ച് ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, അയ്ന തദ്ഹബു മിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഉസാമ യൗമൽ ഖിയാമ? ഖിയാമത്ത് നാൾ ഇയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നീ എവിടെ പോകും? ഇയാളത് സത്യസന്ധമായി പറഞ്ഞതാണോ അല്ലേ എന്ന് നിനക്കെങ്ങനെ അറിയാം? കാരണം ദീനുൽ ഇസ്ലാം ബാഹ്യമായിട്ട് അയാൾ എന്താണോ അത് പരിഗണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അയാൾ കളവ് പറയുന്നതാണ് എന്ന് തോന്നിയാൽ പോലും അങ്ങനെയാണ് ദീനുൽ ഇസ്ലാം പരിഗണിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരാൾ വന്ന് ഒരു സമ്പത്ത് വീതിക്കുന്ന ഒരു രംഗമാണ്. അപ്പം അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ മോശമായി, താങ്കൾ അനീതിയാണ് കാണിക്കുന്നത്, താങ്കൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ള രൂപത്തിലൊക്കെ സംസാരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും അങ്ങനെ സംസാരിക്കുകയില്ല. കാരണം അവിടുന്ന് അനീതി ഒട്ടും പ്രവർത്തിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നീതി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ആരാണ് നീതി പ്രവർത്തിക്കാനുള്ളത് എന്ന് തിരിച്ചു ചോദിച്ചു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുർനി യാ റസൂലല്ലാഹ് ഫലഉദ്രിബ് ഉനുഖഹ്, റസൂൽ എന്നോട് കൽപ്പിച്ചാൽ ഞാൻ അവൻ്റെ തല വെട്ടിത്തരാം. കാരണം അത്ര മോശമായിട്ടാണ് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെതിരെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇന്നഹു മിനൽ മുസല്ലീൻ, അല്ല നിസ്കരിക്കുന്ന ആളാണ്, അവനൊന്നും ചെയ്യണ്ട. അയാൾ വളരെ മോശപ്പെട്ട മുനാഫിക്കാണെന്ന് ഏകദേശം ഇവർക്ക് സംശയമുണ്ട്. പക്ഷെ അയാൾ നിസ്കരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരിഗണിച്ചു. മുസല്ലീൻ, നിസ്കരിക്കുന്നവൻ പെട്ടാണ്. ഖാലിദ് തിരിച്ചു പറഞ്ഞു, കം മിൻ മുസല്ലി ലൈസ ദാലിക ഫീ ഖൽബി, എത്ര ആൾക്കാർ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ അവൻ്റെ കൽബിലൊന്നും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലം ഉഅ്മർ അൻ ഉനഖിബ അൻ ഖുലൂബിൻ നാസ്, ജനങ്ങളുടെ കൽബിൽ തുളച്ചു നോക്കാനൊന്നും എനിക്ക് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ബാഹ്യമായ മുസ്ലിമാണോ നിസ്കരിക്കുന്നുണ്ടോ അത് പരിഗണിച്ചാൽ മതി, മുസ്ലിമായിട്ട് പരിഗണിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയെ പഠിപ്പിച്ചത്. അപ്പോൾ ദുനിയാവിൽ നമ്മൾ ആളുകളെ പരിഗണിക്കുക അങ്ങനെയാണ്. ഇതെല്ലാ മേഖലയിലും നമുക്ക് ഉപകരിക്കുന്ന കാര്യമാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിലാകട്ടെ, സഹോദരങ്ങളുടെ ബന്ധത്തിലാകട്ടെ, അവർ ബാഹ്യമായി എന്താണോ അത് പരിഗണിക്കുക. അതല്ലാതെ ചുയിഞ്ഞന്വേഷിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുക എന്നുള്ളത് അത് ബന്ധങ്ങൾ പെട്ടെന്ന് വഷളാകാൻ കാരണമാകും. ബാഹ്യമായി നല്ല നിലക്കാണ്, മുസ്ലിമാണ്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, നല്ല നിലക്കാവൻ ജീവിക്കുന്നുണ്ട് എങ്കിൽ അത് മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൻ ശരിക്കും ഇത് ഉൾക്കൊണ്ടിട്ട് തന്നെയാണോ, അവൻ ശരിക്കും തഖ്വ ഉണ്ടോ, ഇതൊന്നും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടില്ല. അവൻ ബാഹ്യമായി ചെയ്യുന്നതിനനുസരിച്ച് അവനെ പരിഗണിക്കുക. ഇത് മാത്രമേ സഹോദരങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഇത് സഹോദരങ്ങൾക്കിടയിലുള്ള ബന്ധമാകട്ടെ, ഏത് ബന്ധമാകട്ടെ, ബാഹ്യമായി കാണുന്നതിനനുസരിച്ചിട്ട് നല്ല ഇസ്ലാം അവൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ടെങ്കിൽ അത് വെച്ച് പരിഗണിക്കുക എന്നുള്ളതാണ്. ബാക്കി അവനും അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അതാണ് അഞ്ചാമത്തെ കാര്യം. അൽ ഹിസാബ് യൗമൽ ഖിയാമ അലൽ ബാത്തിനി വല്ലാഹ്, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ദുനിയാവിൽ ബാഹ്യമായി കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല പരിഗണിക്കുക, അല്ലാഹു തആല നിന്റെ കൽബും കൂടി പരിഗണിക്കും. നീ എന്തിനു വേണ്ടി നിസ്കരിച്ചു, നീ എന്തിനു വേണ്ടി ദാനം ചെയ്തു, നീ എന്തിനു വേണ്ടി നന്മ കൽപ്പിച്ചു, നീ എന്തിനു വേണ്ടി തിന്മ വിരോധിച്ചു, നീ എന്തിനു വേണ്ടി നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട്, സ്വർഗം ഉദ്ദേശിച്ചുകൊണ്ട്, റബ്ബിനെ കാണണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണോ
എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെയാണ് പരിഗണിക്കുക. അതല്ലാതെ ബാഹ്യമായിട്ടുള്ള പരിഗണന ദുനിയാവിൽ മനുഷ്യരെ അള്ളാഹു ഏൽപ്പിച്ചതാണ്. കാരണം ദുനിയാവിൽ നമ്മൾ പലപ്പോൾ ഇപ്പോൾ അറിഞ്ഞതുപോലെ ഇയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ ഇയാൾ വെറുതെ വിടാൻ പറഞ്ഞു. പക്ഷെ അയാൾ എന്തിനാണത് പറഞ്ഞത് അള്ളാഹുവിനറിയാം. നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല അതിൻ്റെ പേരിലായാലും വിചാരണ ചെയ്യുക. അതല്ലാതെ ഭൂമി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നുള്ളത് കൊണ്ടോ ഭൂമി നിസ്കരിച്ചു എന്നുള്ളത് കൊണ്ടോ അള്ളാഹു അങ്ങനെ പരിഗണിക്കുകയില്ല. കാരണം ഈ പറഞ്ഞതുപോലെ എത്ര നിസ്കാരമൊക്കെ കപട വിശ്വാസികളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ സ്വഹാബികളോടൊപ്പം ചേർന്ന് നിസ്കരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ മഅ്മൂമായിട്ട്. മുനാഫിഖുകൾ അള്ളാഹു തആല ഖിയാമത്ത് നാളിൽ പരിഗണിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവർ വിചാരണ ചെയ്യും. അതല്ലാതെ ദുനിയാവിൽ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കുകയില്ല സഹോദരങ്ങളെ. അവരുടെ ഉള്ളെന്താണെന്ന് അറിയാൻ സാധിക്കില്ല. അള്ളാഹു തആല അത് ആഖിറത്തിൽ നോക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അള്ളാഹുവിൻ്റെ വിചാരണ സഹോദരങ്ങൾ ചില ആളുകൾക്ക് വളരെ എളുപ്പമുള്ള വിചാരണയായിരിക്കും. ചില ആളുകൾക്ക് വിചാരണയെ ഉണ്ടാവുകയില്ല. വിചാരണ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു തആല അവരെ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി വളരെ ഹിസാബൻ യസീറ എളുപ്പമുള്ള വിചാരണ ചെയ്യുന്ന ആളുകളുണ്ട്. ചില റബ്ബ് സുബ്ഹാനഹു വ തആല എളുപ്പമുള്ള വിചാരണയാണ്. അവനെ ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്യുക. നീ ഇന്നത് ചെയ്തിട്ടില്ലേ, നീ ഇന്നത് ചെയ്തിട്ടില്ല, ഇന്ന് തിന്മകൾ ചെയ്തിട്ടില്ലേ, അങ്ങനെ അവസാനം നശിച്ചു എന്ന് കരുതുന്ന രംഗം വരുമെന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും സത്തർതുഹ അലൈക ഫിദ്ദുനിയ വഅന ആഫു അൻകൽ യൗം. ദുനിയാവിൽ നീ തിന്മകളൊക്കെ ചെയ്തപ്പോഴും ഞാൻ നിനക്കത് നൽകിയിട്ടുണ്ട്, ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാനിത് നിനക്ക് അഫു നൽകിയിട്ടുണ്ട്. ആരും അറിയുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണ്. പക്ഷെ ചിലരെ റബ്ബ് സുബ്ഹാനഹു വ തആല അവനോട് മുനാഖശ നടത്തും. കൃത്യമായി ഓരോന്ന് ചോദിച്ചു തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും അങ്ങനെയുള്ള ചോദ്യം നേരിട്ടാൽ അവൻ ശിക്ഷിക്കപ്പെടും. കാരണം അള്ളാഹു ശരിക്കും ചോദിച്ചാൽ ഒന്നും ബാക്കിയുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ അഫു കൊണ്ട് രക്ഷപ്പെടാമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നന്മകളാകട്ടെ നമ്മുടെ തിന്മകളാകട്ടെ റബ്ബ് സുബ്ഹാനഹു വ തആല ശരിക്കും അങ്ങോട്ട് ഓരോന്ന് വിചാരണ ചെയ്താൽ ഒന്നും ബാക്കി ഉണ്ടാവുകയില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ അഫു കാരണത്താൽ അത് നമ്മൾ വിട്ടേച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഖിയാമത്ത് നാളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഉള്ളും പുറവും ഒക്കെ നമ്മളെ ശരിക്ക് പരിശോധിക്കും. അതുകൊണ്ട് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അമലുകളാകട്ടെ സംസാരങ്ങളാകട്ടെ അതിൻ്റെ എല്ലാം നീയത്ത് നന്നാക്കേണ്ടതുണ്ട്. ബാഹ്യമായി അവൻ സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കുന്നതോടൊപ്പം ആന്തരികമായി ബാത്തിനായി അവൻ അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം. അള്ളാഹുവിന് വേണ്ടി അവൻ ഇഷ്ടപ്പെടണം, അള്ളാഹുവിന് വേണ്ടി അവൻ വെറുക്കണം. ഏത് കാര്യമാകട്ടെ. ചിലർ നേരെ തിരിച്ചതിൽ അബദ്ധം പറ്റാറുണ്ട്. ബാഹ്യമായി നമ്മൾ എങ്ങനെ നോക്കേണ്ടതില്ല, ഉള്ളു നന്നായാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? ബാഹ്യമായി അവർ ഇസ്ലാമിൻ്റെ രൂപം സ്വീകരിക്കും. എൻ്റെ കൽബ് നന്നായി അല്ല. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, കഴിഞ്ഞ ഹദീസിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഒരാളുടെ ഉള്ളു നന്നായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അയാളുടെ പുറവും നന്നായിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഉള്ളു നന്നാവാത്ത ഒരാൾക്ക് ഒരിക്കലും പുറം നന്നാക്കാൻ സാധിക്കുകയില്ല. അതല്ലെങ്കിൽ പുറം ഒരാളുടേത് മോശമായിട്ടുണ്ടെങ്കിൽ അത് ഉള്ളും കൂടി മോശമായിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വഹിസാബുഹും അലല്ലാഹി തആല, കണക്ക് നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ ഹദീസ് വളരെ ചെറിയൊരു ഹദീസാണ്, 2 വരിയാണ് ഈ ഹദീസിലുള്ളത്. പക്ഷേ ഈ പ്രധാനപ്പെട്ട 5 പാഠങ്ങൾ മനസ്സിലാക്കി ഒന്നുകൂടി ഈ ഹദീസ് വായിച്ചുകൊണ്ട് ആ വിഷയം ഒന്നുകൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർതു അൻ ഉഖാതില അന്നാസ്. അള്ളാഹു സുബ്ഹാനഹു ഉമിർതു, ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്നാണ്. അള്ളാഹു എന്നോട് കൽപ്പിച്ചു, അഥവാ അമറനി റബ്ബി അല്ലെങ്കിൽ അമറനി അള്ളാഹു എന്നോട് കൽപ്പിച്ചു അൻ ഉഖാതില അന്നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ. ആ കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരണം, ആരാണ് ജനങ്ങൾ? മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ പാടില്ല, കാഫിറുകളോട് നിരുപാധികം യുദ്ധം ചെയ്യാൻ പാടില്ല, ഇന്ന ആളുകളോട് ആരോടും പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചു. പക്ഷെ ഇന്ന ആളോട് മാത്രമാണ്, ഭരണാധികാരികൾക്ക് മാത്രമാണ് എന്നത് മനസ്സിലാക്കി. നമ്മൾ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യം സ്വീകരിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല എന്നോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രമുള്ള ഒരു യുദ്ധമാണത്. വയുഖീമുസ്സലാ വയുത്തുസ്സക്കാ, ഷഹാദത്തിനോടൊപ്പം പറഞ്ഞത് നിസ്കാരം നിലനിർത്തുക എന്നുള്ളതും സക്കാത്ത് കൊടുക്കുക എന്നുള്ളതും ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള, ഇസ്ലാം നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിസ്കാരം ഉപേക്ഷിച്ചവന് സക്കാത്തില്ല, നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമില്ല. സക്കാത്ത് വിസമ്മതിച്ചവനും എന്തില്ല? സക്കാത്ത് അതിൻ്റെ നിർബന്ധ ബുദ്ധിയെ നിഷേധിച്ചുകൊണ്ട് ഒരാൾ നിഷേധിച്ചു കഴിഞ്ഞാൽ, നിർബന്ധമാണെന്നുള്ളത് നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ മുസ്ലിം അല്ല. ഇനി മുസ്ലിം ഭരണാധികാരിക്ക് അവൻ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിലും അവനോട് മുസ്ലിം ഭരണാധികാരി യുദ്ധം ചെയ്യും. അതാണ് ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഭരണാധികാരികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജിഹാദ് ചെയ്യുന്നവരോട് പറയുകയാണ്, ഫൈദാ ഫഅലൂ ദാലിക്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്
അംഗീകരിച്ചവരും മുഹമ്മദ് റസൂൽ അംഗീകരിച്ചവരും നിസ്കാരം നിലനിർത്തിയവരും സക്കാത്ത് തരാൻ സമ്മതിച്ചവരുമാണ് എങ്കിൽ അവരുടെ രക്തവും അതുപോലെ തന്നെ സമ്പത്തും അത് സംരക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. വഹിസാബുഹും അലല്ലാഹി തആല, അവൻ്റെ വിചാരണ അള്ളാഹുവിൻ്റെ അടുക്കലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സഹോദരങ്ങളെ ഈ ഹദീസിലുള്ള കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്കേവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.